ഇന്നിപ്പോൾ അവിടെ കോടതിയിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു, കൂടാതെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനമായി ബൈജുവിനെ ഇന്ന് മിക്കവാറും കോടതിയിൽ ഹാജരാക്കുമെന്ന വാർത്തകളുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ സംഭവങ്ങൾ ഇന്ന് കോടതിയിൽ നിന്ന് വരാനുണ്ട്. അതെ അനുജ, ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ജുഡീഷ്യൽ നടപടികൾ റാന്നി കോടതി കേന്ദ്രീകരിച്ച് നടക്കാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഈ നടപടികളൊക്കെ ഒരുമിച്ച് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുരാരി ബാബുവിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. SIT ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ അപേക്ഷ നൽകുന്നത്. ഒപ്പം തന്നെ ഈ KS ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അദ്ദേഹത്തെയും കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യം SIT കോടതിക്ക് മുന്നിൽ വയ്ക്കും. ഇതുവരെ ഈ കേസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ SIT എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ റാന്നി മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികളെ കസ്റ്റഡിയിൽ നൽകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും അതുപോലെ നടക്കുകയാണെങ്കിൽ KS ബൈജു, മുരാരി ബാബു, സുധീഷ് കുമാർ, അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട 3 നിർണായക ഉദ്യോഗസ്ഥർ SITയുടെ കസ്റ്റഡിയിലേക്ക് വരും. ഇവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി 4 പേരെയും വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ SIT എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും റാന്നി കോടതിയിൽ ഹാജരാക്കുക. ഈ KS ബൈജുവിനെ 11 മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും ഇന്ന് റാന്നി കോടതിയിൽ വരുന്നുണ്ട്. ഇതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. ഇത്തരം കേസുകളിൽ ഇങ്ങനെ മജിസ്ട്രേറ്റ് കോടതികൾ പൊതുവിൽ ജാമ്യം അനുവദിക്കാറില്ല. മജിസ്ട്രേറ്റ് കോടതികൾ തള്ളാറാണ് സാധ്യത. ഇന്നും അതുതന്നെയാണ് നടക്കാൻ സാധ്യത ഏറെ. കാരണം പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സ്വാഭാവികമായി കോടതി കസ്റ്റഡി അപേക്ഷ സ്വീകരിക്കുകയും കസ്റ്റഡി അനുവദിക്കുകയും ഒപ്പം തന്നെ ഈ ജാമ്യാപേക്ഷ തള്ളുകയും മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്നും ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടാകില്ല, അസ്വാഭാവികമായി ഒന്നും സംഭവിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമായ മൂവുകൾ വരുന്നത്. ഈ KS ബൈജുവിൻ്റെ കസ്റ്റഡി റിപ്പോർട്ടൊക്കെ, റിമാൻഡ് റിപ്പോർട്ടൊക്കെ കോടതിയിൽ കൊടുക്കുന്ന ഘട്ടത്തിൽ അതിൽ എന്തൊക്കെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഇനി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം 2 ആഴ്ച കൂടി മാത്രമാണ് ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർ ട്രാക്കിൽ വേഗത കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിലേക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്കും പോകും. ഇനിയും വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് ഈ 3 പേരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി വിശദമായ ചോദ്യം ചെയ്യൽ നാളെയോടെ തന്നെ ഉണ്ടാകും. എന്തായാലും SIT സംഘം ഉറപ്പിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന കാര്യങ്ങളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റാന്നി കോടതിയിലെ സംഭവ വികാസങ്ങൾ, നാടകീയ രംഗങ്ങൾ അതെല്ലാം തന്നെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ബൈജുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കം, അതിലേക്കാണ് അന്വേഷണ സംഘം കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന വാർത്തകളും വളരെ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.